വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മഹത്വം കരയേറ്റുന്നു. നല്ല പ്ലാറ്റ്ഫോമിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളോടൊരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വീകരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ക്രൈസ്റ്റ് മീഡിയ ഒരുക്കുന്ന മീറ്റിങ്ങുകൾ എല്ലാം കർത്താവിനെ അനുഗ്രഹിക്കപ്പെടട്ടെ. മീറ്റിങ്ങിന് കടന്നു വരാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് 2 ചിന്തകൾ നൽകി തന്നു. ഇതിൽ മീറ്റിങ്ങിന് കയറിയിരുന്നപ്പോൾ എന്നോട് ദൈവാത്മാവ് സംസാരിച്ച ഒരു മെസ്സേജ് വേഗത്തിൽ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എനിക്ക് ആരെയും ഇതിൽ ഷൈനസിനെ ഒഴികെ ആരെയും പരിചയമില്ല. എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടെന്ന് അറിയില്ലെങ്കിലും കർത്താവിൽ നമ്മളെല്ലാവരും ഒന്നാണ്. കർത്താവിൽ നമുക്ക് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വേദഭാഗമാണ്. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 28-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. എന്നാൽ ദാരിയാവേശിന്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരശിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. കർത്താവിന് സ്തോത്രം. ഈ മീറ്റിങ്ങിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദാരിയാവേശിന്റെ കാലഘട്ടത്തിലും കോരശിന്റെ കാലഘട്ടത്തിലും ശുഭപ്പെട്ടിരുന്നു. പ്രാരംഭ സെക്കൻഡിൽ തന്നെ ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാം. ഒരു വലിയ ശുഭപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടെത്തിക്കട്ടെ. ശുഭതയോടിരിക്കാൻ, ദാനിയേലിനെ ശുഭതയോടിരുത്താൻ പരിശുദ്ധാത്മാവിന് കൂടെ നിന്നെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാം. ഒരു ശുഭത ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കുടുംബത്തിനൊരു ശുഭത, എൻ്റെ തലമുറകൾക്കൊരു ശുഭത, എൻ്റെ വ്യക്തിപരമായ ലൈഫിൽ ഒരു ശുഭത വന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഇന്ന് ഈ മെസ്സേജിനകത്തൂടെ ദൈവവചനത്തിന്റെ സ്തോത്ര വിടുതലുകൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് വെളിപ്പെടട്ടെ. ദാനിയേല് ശുഭപ്പെട്ടിരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ദാനിയേല് ശുഭപ്പെട്ടിരുന്നു എന്ന് നാം വായിച്ചിട്ടുണ്ട്, നാം പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ദാനിയേല് ശുഭതയോടിരിക്കാനുള്ള കാരണങ്ങൾ വേഗത്തിൽ തന്നെ കുറച്ച് പോയിന്റുകൾ പറഞ്ഞ് പ്രസംഗിച്ച് ദൈവാത്മാവ് നിയോഗിക്കുന്നത് പോലെ തന്നെ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ദാനിയേൽ ഇങ്ങനെ ശുഭപ്പെട്ടിരിക്കുവാൻ കാരണം? സ്തോത്രം. അതിന്റെ 6-ാം അധ്യായം 3-ാമത്തെ വേദഭാഗം 1-ാമത്തെ പോയിന്റ് ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 6-ാം അധ്യായം 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപതിമാരിലും വിശിഷ്ടനായി വിളങ്ങി. ഒന്ന്, ദാനിയേൽ ശുഭപ്പെട്ടിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി പറയുകയാണ്. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ടമാനസനായിരുന്നു. അതിന്റെ ഇംഗ്ലീഷ് പദം ഇങ്ങനെയാണ് പറയുന്നത്, he possessed an extraordinary spirit. അവനിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ് ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ള വ്യക്തികളെക്കാൾ, മറ്റുള്ള ആളുകളെക്കാൾ, വ്യക്തമായി പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകളെക്കാൾ, രാജ്യം ഭരിക്കുന്ന രാജാവിനേക്കാൾ എക്സ്ട്രാ ഓർഡിനറി ഒരു പവർ അവന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് 6-ാം അധ്യായം പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ ഇതുപോലെ എഴുതുകയാണ്, ദാനിയേൽ ശുഭപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ 1-ാമത്തെ കാര്യം പറയാം, അവന്റെ കൂടെ ആത്മാവ്, എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ് ഉണ്ടായിരുന്നു. ഉത്കൃഷ്ടമാനസനായിരുന്നത് കൊണ്ട് അവൻ ശുഭപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം പറയാൻ കഴിയുമോ, നമ്മുടെ ജീവിതത്തിന്റെ ശൈലിയിൽ കർത്താവിന് സ്തോത്രം, ഈ ഊഷര ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം ശുഭപ്പെട്ടിരിക്കുവാൻ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചും ദൈവാത്മാവിൽ നടക്കുന്ന ഒരു സ്വഭാവ ഗുണം എനിക്കും നിങ്ങൾക്കുമുണ്ടോ എന്നുള്ളത് സ്തോത്രം പറയാൻ കഴിയുമോ? എന്താ ദാനിയേൽ ഉത്കൃഷ്ടമാനസനായിരുന്നു, അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി പവർ അല്ലെങ്കിൽ സ്പിരിറ്റ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ കാരണം? അവന്റെ തീരുമാനങ്ങളായിരുന്നു. 1-ാം അധ്യായം 2-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്കറിയാം,
ദാനിയേൽ എടുത്ത അതിപ്രധാനമായ തീരുമാനങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. രാജ്യത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകുന്നവരിൽ ബുദ്ധിമാന്മാരായ അല്ലെങ്കിൽ വിശിഷ്ടന്മാരായവരെ രാജകൊട്ടാരത്തിനകത്ത് പാർപ്പിക്കുകയും അവിടെ നിർത്തുകയും ചെയ്യുന്ന അനന്തരം അവിടുത്തെ മേലധികാര പട്ടങ്ങൾ കൊടുക്കുമ്പോൾ രാജാവ് കൽപ്പിച്ചാക്കുന്ന കാര്യങ്ങളുണ്ട്. ഈ രാജകൊട്ടാരത്തിലെ ആഹാരം അവർക്ക് കൊടുക്കണം. ആമീൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാം. ഇവിടെ സംഭവിക്കുന്നത് അവരുടെ വസ്ത്രത്തിന്റെ ശൈലി മാറ്റി. ദൈവത്തിന് സ്തോത്രം. അവരുടെ ഭാഷയുടെ ശൈലി മാറ്റി, അവരുടെ പേര് മാറ്റിക്കളഞ്ഞു, അവരെ ആകമാനം അടിമുടി ചേഞ്ച് ചെയ്തു. എന്നാൽ അവരുടെ അകത്തു വ്യാപരിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തിയെയും അവരുടെ അകത്തു വ്യാപരിച്ച ദൈവാത്മാവിനെയും മാറ്റുവാൻ രാജ്യം ഭരിക്കുന്ന കിങ്കരന്മാർക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഇന്നു പകൽ ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഏത് പ്രതികൂലത്തിന്റെ നടുവിലും നാം ചെന്ന് നിന്നാലും അതിന്റെ നടുവിൽ നമ്മുടെ വേഷം പകർച്ചകൾ മാറ്റാൻ കഴിഞ്ഞേക്കാം, നമ്മുടെ ഭാഷാ ശൈലികൾ മാറ്റാൻ കഴിഞ്ഞേക്കാം. എന്നാൽ നമ്മുടെ അകത്തു പകർന്നിരിക്കുന്ന ആത്മാവിന്റെ സാന്നിധ്യത്തെ മുറിച്ചു മാറ്റുവാനോ വെട്ടിക്കളയുവാനോ കഴിയുകയില്ല. അതാണ് ദാനിയേലിനെ കുറിച്ച് പറയുന്നത്. അവർ എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ് ഉള്ളവരായിരുന്നു. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. ദാനിയേലിന്റെ തീരുമാനമായിരുന്നു അവന്റെ കൂടെ ഒരു സ്പിരിറ്റ് ചലിക്കാൻ തുടങ്ങിയത്, അവന്റെ കൂടെ ഒരു പവർ ചലിക്കാൻ തുടങ്ങിയത്. അവൻ വിശ്വസ്തനായിരുന്നതാണ്. സ്തോത്രം. അതുകൊണ്ടാണ് അവന്റെ തീരുമാനങ്ങളിലാണ്. ഞാൻ ഒന്ന് പറഞ്ഞാൽ, രാജാവ് രാജകൊട്ടാരത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ അതേ ദാനിയേലിന്റെ മുറിയിൽ പ്രാർത്ഥന റൂമിൽ വെളിപ്പെടുത്തത്തക്ക നിലയിൽ ആത്മനിറവുള്ള ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെയാണെങ്കിൽ പ്രാരംഭ മിനിറ്റുകളിൽ പറയാം, സ്തോത്രം, നമുക്കെതിരെ ആരെങ്കിലും ഗൂഢാലോചനകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്കെതിരെ പിശാച് പടപ്പൊരുകൾ ഒരുക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനാ റൂമിൽ അതിനു മുമ്പേ തിരിച്ചറിഞ്ഞ് അതിനെ വെട്ടി ദൈവത്തിൽ മുൻപേറുവാനുള്ള ഒരു ദൈവകൃപ ഈ മണിക്കൂറുകളിൽ നമ്മുടെ മേൽ ചലിക്കുവാൻ അതെ ദാനിയേലേ, നിന്റെ തീരുമാനങ്ങൾ, നിന്റെ പ്രാർത്ഥനകളൊക്കെയാണ് നിന്നെ ശുഭതയോടെ ശുഭപ്പെട്ടിരിക്കാനുള്ള ഏക കാരണമായി തീർന്നത്. കർത്താവിനെ സ്തോത്രം ചെയ്തു. അപ്പൊ ഒന്നാമത് എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ് ഉണ്ടായിരുന്നു അവൻ ശുഭതയോടിരിക്കാൻ. രണ്ടാമത്തെ പോയിന്റിലേക്ക് പ്രവേശിച്ച് അവൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ പദം ഇങ്ങനെയാണ് പറയുന്നത്, 6:4 ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപതിമാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിനും വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിക്കുക. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. രണ്ടാമത്തെ കാര്യം ഇങ്ങനെ പറയുന്നു, അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് അവനിൽ ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. നാം പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നാം ആത്മനിറവുള്ളവരാണെങ്കിൽ, നാം ഏത് വ്യക്തികൾ നമുക്കെതിരെ നിന്നാലും, എത്ര വലിയ വ്യക്തികൾ നമുക്കെതിരെ നിന്നാലും, ഒന്നും കൂടെ ആഴത്തിലേക്ക് പറഞ്ഞാൽ, കൂടെ നിൽക്കേണ്ടവർ നമുക്കെതിരായി മാറിയാൽ, കൂടെ വീടിനകത്തുള്ളവർ പോലും നമുക്കെതിരായി മാറിയാലും, പരിശുദ്ധൻ പറയാ, നാം വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു കുറ്റവും കുറവും കണ്ടെത്താൻ കഴിയാത്ത നിലയിൽ ആത്മനിറവ് നിങ്ങളെ മുൻപോട്ട് നടത്തുമെന്ന് വിശ്വസ്തതയോടിരിക്കാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം വിശ്വസ്തതയോടെ നിൽക്കാൻ സാധിക്കുന്നു എങ്കിൽ നാം ശുഭതയോടിരിക്കുമെന്നും ശുഭപ്പെട്ടിരിക്കുമെന്നും പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഈ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പകൽ ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാം. നാം ശുഭതയോടിരിക്കാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. എന്റെ കുടുംബത്തിനകത്തൊരു ശുഭത വെളിപ്പെടണമെന്ന് ഞാൻ ഒരുപാട് നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ആത്മാവിൽ ദൂത് ഞാൻ കൈമാറട്ടെ. വിശ്വസ്തത പാലിക്കാൻ തീരുമാനമെടുക്കുക. 2025 ഞാൻ നാളിതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ ഉപരിയായി വിശ്വസ്തനായിരിക്കാൻ ഒരു തീരുമാനം ഇന്ന് പകലെടുക്കുകയാണ്. ഒരു ശുഭത നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്താൻ, ഒരു ശുഭത നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്താൻ ദൈവത്തിന് നമ്മുടെ മേൽ പദ്ധതിയുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദാനിയേൽ ശുഭപ്പെട്ടിരിക്കാനുള്ള രണ്ടാമത്തെ കാരണം അവനിൽ കുറ്റവും കുറവും കണ്ടെത്താൻ കഴിയാത്തതുപോലെ വിശ്വസ്തനായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, കൊട്ടാരത്തിൽ നിൽക്കുന്ന അവന് തട്ടിപ്പും വെട്ടിപ്പും കാണിക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങളെ പ്രസംഗവേദികളിൽ പറയും,
മുക്കാ വെട്ടിപ്പും തട്ടിപ്പുമായിട്ടൊക്കെ നടക്കുക എന്നൊക്കെ പറയും. ദൈവത്തിന് ഇഷ്ടം. ഞാൻ തട്ടിപ്പ് കാണിച്ചാൽ ആരും പിടിക്കത്തില്ല. മറ്റുള്ളവരുടെ ചിന്ത എന്താണെന്നറിയോ? ഇവൻ എങ്ങനെയും ഒരു തട്ടിപ്പ് കാണിച്ചാൽ, ഒരു വെട്ടിപ്പ് കാണിച്ചാൽ രാജാവിനോട് എന്ന് പറയാമെന്നുള്ളതായിരുന്നു. പക്ഷെങ്കിൽ ഇവനെ ഒരു കുറ്റവും കണ്ടെത്താൻ കഴിയാത്ത നിലയിൽ, ഒരു കുറവും കണ്ടെത്താൻ കഴിയാത്ത നിലയിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രവചന ദൂത് ഞാൻ കൈമാറുകയാണ്. നമ്മുടെ പുറകെ നടന്ന് നമ്മെ തക്കം പാർത്ത് നമ്മെ നശിപ്പിച്ചു കളയാൻ, നമ്മുടെ ഭാവിയെ ഇല്ലായ്മ ചെയ്തു കളയാൻ, നമ്മളിൽ കുറ്റം കണ്ടെത്താൻ ഗൂഢാലോചനകൾ ചെയ്യുമ്പോൾ ആത്മനിറവുള്ള ഒരു ദൈവ മനുഷ്യൻ പറയണം, എന്നെ തകർത്ത് കളയാൻ പ്രാർത്ഥിക്കുന്ന, എന്നെ തകർത്ത് കളയാൻ ഒരു ഗൂഢാലോചനകൾക്കോ ഒരു സംഘം ചേരലും കഴിയത്തില്ല. കാരണം എന്നിൽ കുറ്റം കണ്ടെത്താൻ കഴിയാത്ത നിലവാരത്തിൽ എന്റെ മേലൊരു ആത്മനിറവ് ചലിക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതേന്നെ, നാം മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ വലിയ ഗംഭീരമായ ജീവിതമൊന്നും ഇല്ലായിരിക്കാം. മറ്റുള്ളവർ നോക്കുമ്പോൾ വലിയ വാഹനങ്ങൾ സഞ്ചരിക്കുന്നില്ലായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവർ നോക്കുമ്പോൾ വലിയ സൗന്ദര്യമൊന്നും കാണാൻ, ഒരു കാണാൻ ലുക്കൊന്നും കാണത്തില്ലായിരിക്കുമെന്നേ. പക്ഷെങ്കിൽ അകത്തു വ്യാപരിക്കുന്ന ആത്മസാന്നിധ്യമുണ്ടല്ലോ, ഒരു പൈശാചിക മേഖലകൾക്ക് പിടിച്ചു കെട്ടാൻ കഴിയാത്ത ഒരു ആത്മമണ്ഡലം നമ്മുടെ അകത്തു ചലിക്കുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യമുണ്ടാകണം. അത് മറ്റുള്ളവർ പറയണം. മറ്റുള്ളവർ എന്ത് ചെയ്യുമ്പോഴും, നമ്മളെ ഒരു കുറ്റം കണ്ടെത്താൻ അവർ ശ്രമിക്കുമ്പോഴും ആ ശ്രമങ്ങൾ മുഴുവനും ഒരു ചെറു പുഞ്ചിരിയോടെ പറയണം, ആ മിസ്റ്റർ, ഈ ശ്രമങ്ങളൊക്കെ പാഴാണ്. കാര്യം എന്റെ അകത്തൊരു ദൈവ സാന്നിധ്യം ചലിക്കുന്നുണ്ട്. എന്നെ തകർത്ത് കളയാൻ ആഗ്രഹമില്ലാത്ത, എന്നെ വാഴിക്കാൻ ആഗ്രഹമുള്ള ഒരു ദൈവ സാന്നിധ്യം എന്റെ അകത്ത് ചലിക്കുന്നുണ്ടെന്ന് പറയാം. കർത്താവിന്റെ മഹത്വം. ദാനിയേലിനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം പറയുകയാണ്, അവൻ വിശ്വസ്തനായിരുന്നു. ഒരു കുറ്റവും കുറവും കണ്ടെത്താൻ കഴിയാത്ത നിലയിൽ അവൻ വിശ്വസ്തനായി രാജ്യത്ത് നിൽക്കുകയാണ്. അവന് വേണം വെട്ടിപ്പ് കാണിക്കാം, തട്ടിപ്പ് കാണിക്കാം. ഞാൻ പറയാം, ആരും കാണാത്ത നിലയിൽ, ആരും കാണുന്നില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ചില തട്ടിപ്പൊക്കെ കാണിച്ചാലും, ചില തിരിമറികളൊക്കെ കാണിച്ചാലും നമ്മൾ ചിന്തിക്കും നമ്മൾ മാത്രമേ ഉള്ളൂ, ആരും കാണുന്നില്ല. പക്ഷേ സർവശക്തനായ ദൈവം എല്ലാം അറിയാം. അവൻ ദൂരത്ത് നിന്ന് എല്ലാം ആരാഞ്ഞറിയുന്ന ദൈവമാണ്. ദാനിയേലിനെ പോലെ വിശ്വസ്തനായിരുന്നാൽ, കുറ്റം കണ്ടെത്താൻ കഴിയാത്ത നിലയിൽ വിശ്വസ്തയോടെ നിന്നാൽ ഒരു ശുഭത നമ്മുടെ കുടുംബത്തിനകത്ത്, നാം പ്രാർത്ഥിക്കുന്ന മേഖലകൾക്കകത്ത് വെളിപ്പെടുവാനിടയായിത്തീരും. മൂന്നാമത്തെ പോയിന്റിലേക്ക് പ്രവേശിക്കട്ടെ. 6-ാമത്തെ 10-ാമത്തെ വേദഭാഗം എങ്ങനെയാണ് വായിക്കുന്നത്? എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ മാളിക മുറിയുടെ വാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. മൂന്നാമത്തെ കാര്യം, താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ 3 പ്രാവശ്യം ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രശ്നത്തിന്റെ അതിഗംഭീരമായ വിഷയങ്ങൾ മുന്നിൽ വന്ന് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം മുന്നിലത്തെ പോയിന്റ് പറഞ്ഞത്, അവന് കുറ്റം കണ്ടെത്താൻ കഴിയുന്നില്ല. അവനിൽ കുറ്റം കണ്ടെത്താൻ അവർ കണ്ടുപിടിച്ച ഒറ്റ കാര്യം, അവൻ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ പുറകെ നടക്കുകയാണ്. അതിനുവേണ്ടി അവർ ഒരു സഭ കൂടിയിട്ട് അവനെ എന്ത് ചെയ്യണം? അവനെ ഒതുക്കിക്കളയണം, അവനെ ഇല്ലായ്മ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവന്റെ പുറകെ നടന്ന് ഇല്ലായ്മ ചെയ്യാനും, അവൻ കുറ്റം പറയാനും, പരീക്ഷ ഭക്തി കാണിക്കാനും, അവൻ വിലയിരുത്തലുകൾ ചെയ്യാനും വരുന്നതിനൊന്നും നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. നാം ദൈവസന്നിധിയിൽ മുമ്പേ ചെയ്തു വന്നതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, ഒരു ശുഭത നമുക്ക് വേണ്ടി ചലിപ്പിക്കാൻ, ഒരു ശുഭത നമുക്ക് വേണ്ടി തരാൻ കർത്താവ് സന്നദ്ധനായ ദൈവമാണ്. യേശുവിന്റെ രക്തം ക്ഷയമെടുക്കുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ പ്രാർത്ഥിച്ചു. ഇവിടെ തന്നെ കണ്ടെത്താൻ, തന്നെ കുറ്റം വിധിക്കാനുള്ള ഒരു കാരണം പ്രാർത്ഥനയാണ്. എന്നാൽ എന്നും പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, ഞാന് സയൻസ് ചിന്തിക്കുകയാണ്. ദാനിയേല് 127 രാജ്യങ്ങളിൽ 3 പ്രധാന അധിപതിമാരിൽ അതിലും പ്രധാനിയായ ഒരു മനുഷ്യനാണ് ആര്? ദാനിയേല്. അങ്ങനെയാണെങ്കിൽ എന്റെ ചെറിയ ബുദ്ധി ചിന്തിക്കുന്നതാണ്, ഒരു രാജ്യം ഭരിക്കുന്ന 127 രാജ്യങ്ങൾക്കകത്ത് അപ്പം ഞാൻ പ്രധാനമന്ത്രി നമ്മുടെ നരേന്ദ്രമോദിജിയെക്കാളും പവറുള്ള ഒരു മനുഷ്യനാണ്. ദൈവത്തിന് സ്തോത്രം.
അതിലും മുകളിൽ പവറുള്ള ഒരു മനുഷ്യൻ എന്ന് ഞാൻ രാജ്യത്തിന്റെ ഒരു പ്രധാന ഭരണാധികാരി എന്ന് വേണം പറയാൻ. അങ്ങനെയുള്ള ഒരു മനുഷ്യന് മുമ്പേ ചെയ്തു വന്നതുപോലെ എന്ന് പറയുമ്പോൾ താൻ ഏത് തിരക്കിന്റെ നടുവിലും ഏത് എത്ര കൊടിയ തിരക്കുണ്ടെങ്കിലും എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും താൻ ദൈവസന്നിധി മുഴങ്കാലും അടക്കി പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് തനിക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദാനിയേലിന്റെ ഒന്നാമത്തെ കാര്യവും രണ്ടാമത്തെ കാര്യം പറയുന്നത്, ഒന്ന് വിശ്വസ്തനായിരുന്നു, രണ്ട് അവനെ എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ് ആണ് അവനെ നടത്തിയതെന്നും പറയുന്നത്. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല എന്നുള്ളത് വാസ്തവികമാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. അവൻ താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ പ്രാർത്ഥിച്ചു. ദാനിയേൽ അറിഞ്ഞു, ആ വാക്യം വായിക്കുന്നത്, എന്നാൽ രേഖ എഴുതിയിരിക്കുന്നത് ദാനിയേൽ അറിഞ്ഞപ്പോൾ, ഈ അറിഞ്ഞപ്പോഴെങ്കിലും ഈ മനുഷ്യൻ എന്തോ ചെയ്യാമായിരുന്നു. ഇന്ന് 2 ദിവസം പ്രാർത്ഥിക്കുന്നില്ല, അവന്മാര് പദ്ധതി ഒരുക്കില്ല, ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കുന്നില്ല എന്ന് അറിഞ്ഞപ്പോഴെങ്കിലും പറയാമായിരുന്നു. പക്ഷെ ദാനിയേലിനൊന്നറിയാം, ഇവിടുത്തെ ജീവിതം ഈ സിംഹക്കുഴി കൊണ്ട് തീരാൻ ദൈവം ഏർപ്പെടുത്തിയതെങ്കിൽ അങ്ങനെ തന്നെ തീരും. അല്ല, ഈ സിംഹക്കുഴിക്കകത്തെന്റെ ജീവനല്ല, ഇനിയും മുൻപോട്ട് പോകാൻ ഒരു തീരുമാനം സ്വർഗത്തിനുണ്ടെങ്കിൽ എന്റെ ജീവനെ പിടിച്ചു പറിച്ചു കൊണ്ടുപോകാൻ പൈശാചിക മണ്ഡലങ്ങൾക്ക് കഴിയത്തില്ല എന്നുള്ളൊരു ഉറപ്പ് തനിക്കുണ്ടായിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ദാനിയേൽ ആ രേഖ അറിഞ്ഞു, ആ രേഖ എടുത്ത് വായിച്ചു നോക്കി, ഇന്ന ശിക്ഷാ നടപടികളുണ്ടല്ലോ, എന്നാൽ പ്രാർത്ഥിക്കുന്നല്ല, അതങ്ങോട്ട് മടക്കി വെച്ചിട്ട് എന്റെ നേരെ ഉതിർന്നു വരുന്ന പ്രതിസന്ധി അവിടെ ഇരിക്കട്ടെ, ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ച സമയമാകുന്നുണ്ട്, ഞാൻ യെരൂശലേമിന്റെ കിളിവാതിലുകൾ തുറന്ന് ഞാൻ പ്രാർത്ഥനയ്ക്കായി സമയം ചെലവഴിക്കുക. ഏത് പ്രതിസന്ധിയുടെ നടുവിലും പ്രാർത്ഥനയ്ക്ക് സമയം കൊടുക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു അസാധാരണ വിടുതലുകൾ, അസാധാരണ ദൈവപ്രവൃത്തി ചലിക്കുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചില വ്യക്തികളുടെ മേൽ ചില ദൈവത്തിന്റെ ഫേവറുകൾ ചലിക്കുന്നു. ദൈവത്തിന്റെ ഫേവറുകൾ ചലിക്കുന്നെന്ന് ആർക്കും ചെയ്തു തരാൻ കഴിയാത്ത ചില വിടുതലുകൾ തങ്ങൾ ആയിരിക്കുന്നിടത്ത് ചലിക്കുന്ന ഒരു ശുഭത തനിക്ക് വേണ്ടി ചലിക്കാൻ യേശുവിൻ രക്തത്താൽ ക്ഷേമെടുക്കുന്നു. ദാനിയേൽ രേഖ കണ്ടിട്ട് ഞാൻ പറയാം, രേഖ എവിടെ ഇരിക്കട്ടെ, എന്റെ ടൈം പ്രാർത്ഥിക്കാനുള്ള ടൈമായി. താൻ പോയി മുഴങ്കാലും അടക്കി ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ തനിക്കെതിരെയുള്ള കൽപ്പനകൾ അല്ലെങ്കിൽ തനിക്കെതിരെ ഒരുക്കിയ കാര്യങ്ങൾ കൊണ്ട് അവർ ഓടി വരികയാണ്. പ്രാർത്ഥിക്കുന്നവനെതിരെ വരാൻ കഴിയും, പ്രാർത്ഥിക്കുന്നവനെ തകർക്കാൻ പദ്ധതി ഇടാൻ കഴിയും. തകർക്കണോ വേണ്ടായോ എന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനമാണ്, ദൈവത്തിന്റെ തീരുമാനമാണ്. ഒന്നും കൂടെ പറഞ്ഞാൽ, പുതിയ നിയമത്തിൽ നമുക്കറിയാം, യോഹന്നാൻ, യേശുവിന്റെ മാർവോട് ചേരിയിരുന്ന യോഹന്നാൻ, ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ യോഹന്നാനെ പിടിച്ച് തിളച്ച എണ്ണയ്ക്കകത്തോട്ടിട്ടു. ഞാനൊരു ഇമാജിനേഷൻ ഇങ്ങനെ പറയാം, തിളച്ച എണ്ണ, ഈ സഹോദരിമാരൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത്, ഈ മീനൊക്കെ മേടിച്ചോണ്ട് വന്നിട്ട് ഇങ്ങോട്ട് വെട്ടിയിട്ട് ഇങ്ങോട്ട് വരയത്തിന്റെ 4 കീറായിട്ട് ഇങ്ങോട്ട് വരഞ്ഞ് മുളകോടി അങ്ങോട്ട് വരട്ടി ഈ എണ്ണയ്ക്കകത്തോട്ട് ഇടുമ്പോ ഒരു ശബ്ദം കേൾക്കുമല്ലോ, ഈ പൊട്ടിത്തെറിക്കുന്ന ഒരു ശബ്ദം. ഞാൻ എന്റെ ഇമാജിനേഷനാ പറയുന്നത്, പൊട്ടിത്തെറിക്കുന്ന ഒരു ശബ്ദം കേൾക്കുമല്ലോ. ഇതുപോലെ ഈ ഡൊമീഷ്യൻ ചക്രവർത്തി കൂടെ നിന്ന കിങ്കരന്മാര് നോക്കുക, ഇവൻ പൊട്ടിത്തെറിക്കുമെന്ന്. പക്ഷെങ്കിൽ മൂടി പോയിട്ട് നോക്കിക്കഴിഞ്ഞപ്പോ എന്താ കാണുന്നത്? പൊട്ടിത്തെറിക്കുന്നതല്ല, നാളിതുവരെ അവർ കണ്ട കാഴ്ചക്ക് വിപരീതമായ ഒരു കാഴ്ച കാണുകയാണ്. തിളച്ച എണ്ണയ്ക്കകത്ത് വീഴുന്നതൊക്കെ പൊട്ടിത്തെറിക്കുന്നത് കാണുന്നതെങ്കിലും അപ്പോൾ അവിടെ കാണുന്ന കാഴ്ച പൊട്ടിത്തെറിക്കുന്നതല്ല, അവരുടെ കണ്ണിന് അതിശയിപ്പിക്കുന്ന നിലയിലൊരു കാഴ്ച കണ്ടെന്താ? ആത്മനിറവുള്ളവനെ തൊടാൻ കഴിയത്തില്ലെന്ന്, ആത്മനിറവുള്ളവനെ തൊടാൻ സ്പർശിക്കാൻ കഴിയത്തില്ല എന്നുള്ളത് അവിടെ ദൈവം വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ പദങ്ങൾ ഇവിടെ അതുകൂടെ ഉപയോഗിച്ച് ഞാൻ പറയുക, പ്രാർത്ഥിക്കുന്നവനെതിരെ പടയൊരുക്കി വരാൻ കഴിയും, പക്ഷെങ്കിൽ അവനെ തകർക്കാൻ കഴിയത്തില്ല. ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയും, ദൈവം അനുവദിക്കാതെയും ദൈവം അറിയാതെയും ഒന്നും നമ്മുടെ ലൈഫിൽ നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ചില പ്രതികൂലങ്ങളും ചില ഒറ്റപ്പെടലുകളും ചില വേദനാജനകമായ വിഷയങ്ങളും വരുമ്പോൾ നമ്മൾ പറയും, കർത്താവേ നീ എന്നെ കാണുന്നില്ലേ, കർത്താവെ നീ എന്നെ അറിയുന്നില്ലേ, എന്നോടൊന്നും മനസ്സറിയത്തില്ലേ കർത്താവെ എന്നൊക്കെ നമ്മൾ ചോദിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാർത്ഥതയോടെ പറയാം,
ദൈവം അനുവദിക്കാതെയും ദൈവം അറിയാതെയും എന്റെയും നിങ്ങളുടെ ലൈഫിൽ ഒന്നും സംഭവിക്കത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല. മൂന്നാമത് പറയാ, അവൻ മുമ്പേ ചെയ്തു വന്നതുപോലെ. നമുക്ക് താങ്ങാൻ പറ്റുന്നതിലുപരി പ്രഷർ വരുമ്പോൾ നമ്മൾ എന്താ മുടക്കുന്നത്? നമ്മൾ പലർക്കും പല ഹാബിറ്റുകളാവും. ചിലര് ആഹാരം കഴിക്കുന്നത് അങ്ങോട്ട് കൂട്ടും. ചില പ്രശ്നം വരുമ്പോഴത്തേക്ക് അന്ന് വരെ അരപ്ലേറ്റ് ചോറുണ്ടവൻ അന്ന് 2 പ്ലേറ്റ് ചോറുന്നു. എന്തുവാന്നറിയോ, ഭയങ്കര വിശപ്പ, ഭയങ്കര ആദിയാ. ചിലര് നമ്മുടെ ബന്ധക്കോസുകാരുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏക കാര്യം മറക്കും, നമ്മൾ പിന്നെ പ്രാർത്ഥിക്കത്തേ. ഈ പ്രശ്നം തീർന്ന് അത് മാറി എവിടെയും പോയി ഒരു സേഫായി നമ്മുടെ തലച്ചോറിനകത്ത് ചിന്തിക്കുന്നതാണ്, ഈ പ്രശ്നമെല്ലാം മാറാതെ എങ്ങനെ പ്രാർത്ഥിക്കുന്നേ, ഈ പ്രഷറോടെ ചെന്നിരുന്ന് എങ്ങനെ പ്രാർത്ഥിക്കും? ഇങ്ങനെ ആശങ്കയും വേദനയും മനസ്സിനകത്ത് നിൽക്കുകയല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ രേഖ എഴുതിയിരിക്കുന്നത് അറിഞ്ഞിട്ട് അത് വായിച്ചിട്ട് വന്നിട്ട് ആ മനുഷ്യൻ പറയാം, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ, എന്നെ പിടിക്കാനൊന്നും കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ പ്രതിസന്ധിയുടെ അങ്ങനെ അറ്റത്തു നിൽക്കുമ്പോഴും ആ മുമ്പേ ചെയ്തു വന്ന പ്രാർത്ഥനാ രീതിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഓർത്തോ, ഒരു സിംഹക്കുഴി കൊണ്ടൊന്നും നമ്മൾ അവസാനിക്കത്തില്ലെന്നേ, അവിടെ തൊടാൻ കഴിയത്തില്ലെന്നേ. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അടുത്ത പോയിന്റ് പറയുന്നു, 6-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു. അടുത്ത പോയിന്റ് 6:16 ഇങ്ങനെയാണ് വായിക്കുന്നത്. അങ്ങനെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. രാജാവ് ദാനിയേലോട് സംസാരിക്കും, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും. എടാ, കൽപ്പന എഴുതിയ രാജാവ് പറയുക, കൽപ്പന എഴുതിയ രാജാവ് തന്നെ പറയുക, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്ന്. എഴുതി മുദ്ര വെച്ചവൻ പറയുക, നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അവന് ബോധ്യമുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ചിന്ത പറഞ്ഞ ദാനിയേലിനെ കുറിച്ച് രാജാവിന് നല്ല ബോധമുണ്ട്. ഇവൻ ദൈവമനുഷ്യനാ, ഇവനെ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതേ തന്നെ ഒരു ദേശത്ത് ഒരു കേൾക്കാമോ? എനിക്കൊരു കോള് വന്നു, കട്ടായി പോയിട്ടുണ്ട്. ഓക്കെ താങ്ക് യു. ഓക്കെ. അപ്പം ഈ രാജാവിന് തന്നെ ഒരു ബോധ്യമുണ്ട്, അതേ ദാനിയേൽ പ്രാർത്ഥിക്കുന്നവനാ, അവൻ ദൈവമനുഷ്യനാ, ഞാൻ എഴുതിയ രേഖയൊന്നും അവനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്നേ. അതെ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കെതിരെ എഴുതിയ രേഖകളൊന്നും നമുക്കെതിരെ ചലിക്കത്തില്ലെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അതിനോട് ആമേൻ പറയാൻ കഴിയും? ദൈവത്തിന്റെ സ്തോത്രം. നമുക്കെതിരെ പിശാചൊരു രേഖ എഴുതി തൂക്കിയിട്ടിരിക്കുക, പിൻ ചെയ്ത് വെച്ചിരിക്കുക. എന്തിനാ? എടാ, ഇവന്റെ തകർച്ചയാണ്, ഇവൻ തകരുമെന്ന് പിൻ ചെയ്തു വെച്ചിരിക്കുന്ന പരിശുദ്ധാത്മ പറയാൻ, അതൊന്നും നമ്മെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം നമ്മുടെ മേലൊരു ആത്മകൃപ വ്യാപരിക്കുന്നുണ്ട്, ഒരു ആത്മനിറവി വ്യാപരിക്കുന്നുണ്ട്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, ഇടവിടാതെ സേവിച്ചു വരുന്ന ദൈവം നിന്നെ രക്ഷിക്കും. മറ്റുള്ളവർക്കും ബോധ്യമാണ് ദാനിയേലിന്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. രാജ്യം ഭരിക്കുന്ന രാജാവ് പറയുക, അവന്റെ ദൈവം ജീവനുള്ള ദൈവമാണ്, നിന്നെ രക്ഷിക്കുമെന്ന്. സ്തോത്രം. രാജാവ് പറയാ. 6:21 വായിക്കുന്നു. 6:21 ഇങ്ങനെ വായിക്കുന്നു, ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സോടിരിക്കട്ടെ. എന്തോ മനോഭാവമാണെന്ന് ആലോചിച്ച് പ്രിയപ്പെട്ടവരെ, എന്തോ മനോഭാവം. സിംഹക്കുഴിക്കകത്തേക്ക് ദാനിയേലിനെ ഇടാൻ മുദ്ര വെച്ച ആ രാജാവിനെ മുഖത്ത് നോക്കി ദാനിയേൽ പറയുക, അതേ രാജാവേ, അങ്ങ് ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. അങ്ങനെ പറയാനുള്ള മനോഭാവം നമുക്കുണ്ടോ? നമ്മളൊക്കെ കേട്ടുകേൾവിയാ. നമ്മള് ഇങ്ങനെ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും പലരെ കാണുകയും ഒരു ദിവസം എത്രയോ ആളുകളെ കാണുന്ന ദൈവദൃശ്യം ഇങ്ങനെ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. അവൻ എനിക്കെതിരെ നിന്നു, അല്ലെ അവൻ എനിക്കെതിരെ നിന്നു, അങ്ങനെ നിന്നു. ഈ എതിരെ നിന്ന് ടീമിന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു രോഗമോ ഒരു ദുഃഖമോ എന്തെങ്കിലും ഒക്കെ ഒന്ന് വന്നു കഴിയുമ്പോൾ ഈ പുള്ളി പറയുന്നത് എന്താ അറിയോ? ദൈവത്തിന് സ്തോത്രം. എനിക്ക് അന്നേ അറിയാമായിരുന്നു ഇതിങ്ങനെ സംഭവിക്കത്തുള്ളൂ എന്ന്.
ഹല്ലേലൂയ. എന്റെ ചോദ്യം, അങ്ങക്ക് ഇതൊന്നും ബാധകമല്ലേ? അങ്ങക്ക് ഈ രോഗമൊന്നും വരത്തില്ലേ? അതോ എനിക്കെതിരെ പറഞ്ഞോണ്ടാണോ ആ പുള്ളിക്ക് ആ രോഗം വന്നേ? ഒരിക്കലും അല്ലെന്നേ. എല്ലാ മനുഷ്യരും രോഗവും ദുഃഖവും ആക്സിഡന്റുകളും എല്ലാം വരും. പക്ഷെങ്കിൽ ദാനിയേലിന്റെ മനോഭാവം കണ്ടോ? ശുഭതയോടിരിക്കാനുള്ള തന്റെ ആർജവത്തിലുള്ള കാര്യമാണ് ശുഭതയോടിരുന്നത്. ദൈവത്തിന് ഇഷ്ടം. താൻ ശുഭതയോടിരുന്നതിന്റെ കാരണം പറയാ, രാജാവ് അതിനകത്ത് ഇടാനുള്ള തീരുമാനം കാണിച്ചിട്ടും മുദ്ര വെച്ചിട്ടും സ്തോത്ര രാജാവ് ദീർഘായുസോടിരിക്കണമെന്ന്. എന്നെ കൊന്നോ കുഴപ്പമില്ല, പക്ഷെങ്കിൽ അങ്ങ് ദീർഘായുസോടിരിക്കണം, അങ്ങക്ക് ദീർഘായുസ് ഉണ്ടാകണമെന്ന് അവനൊരു തീരുമാനമുണ്ടായിരുന്നു. അതാ പ്രിയപ്പെട്ടവര്, ശുഭതയോടിരിക്കാനുള്ള വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകുകയാണ്. 6:22 വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയാണ് വായിക്കുന്നത്: സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായടച്ചു കളഞ്ഞു. അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ, രാജാവേ തിരുമുമ്പിലും ഞാനൊരു ദോഷവും സ്തോത്രം ചെയ്തിട്ടില്ല എന്ന് പ്രവർത്തിച്ചു. ദാനിയേലിന് ഒരു ബോധ്യം ഉണ്ടായിരുന്നു, ഞാൻ രാജാവിനോട് ഒരു ദോഷം ചെയ്തിട്ടില്ല, എന്റെ ദൈവത്തോടും ഞാനൊരു കുറ്റമോ ഒരു ദോഷവും ചെയ്തിട്ടില്ല. അവന്റെ മനസ്സിനകത്ത് അവൻ പറയുക, രാജാവേ ഞാൻ അങ്ങയോട് ഒരു ദോഷവും ചെയ്തിട്ടില്ല, എനിക്കെതിരെ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയതാണ്. എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരെ എനിക്കറിയത്തില്ല. ഇന്ന് ഞാൻ സ്തോത്രം ഫിലിപ്പി ലേഖനത്തിന്റെ ഒരു വാക്യ സിസ്റ്ററിനോട് പറഞ്ഞപ്പോഴേ ആ വാക്യം എന്നോട് പെട്ടെന്ന് ആ വാക്യം പ്രസംഗിക്കാം, അതിലൂടെ കർത്താവ് സംസാരിക്കുന്നത്. എന്നാൽ ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ ദൈവാത്മാവിനോട് ഇടപെട്ട ദൂതാണ് ഈ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചില കൂട്ടുകെട്ടുകളെ പൊളിച്ചു കളയുന്ന, ചില ദുരാലോചനകളെ വഴിമാറ്റിവിടുന്ന, വഴിമാറ്റിവിടുന്ന ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ദാവീദേ അങ്ങൊരു കാലഘട്ടം മുഴുവനും മരുഭൂമിക്കകത്ത് അലഞ്ഞു. ഷാജൻ ബ്രദറിനോട് പരിശുദ്ധാത്മാവിന് ഒരു ദൂത് കൈമാറാൻ ആഗ്രഹിക്കുന്നു. ദാവീദേ അങ്ങൊരു കാലഘട്ടം മുഴുവനും മരുഭൂമിയിൽ ഓട്ടമാണ്. പലരും വിലയിരുത്തി, എടാ ഇവൻ എന്തോ വലിയ കൊടിയ ഭാവിയാ, ഇവൻ ഓട്ടമാണ്, എവിടെയും ഒന്നും നിലയുറയ്ക്കാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഇവൻ എവിടെ നിൽക്കും? പക്ഷെങ്കിൽ ദാവീദ് അറിയാതെ, ദൈവത്തിന് സ്തോത്രം, ദാവീദിന്റെ അപ്പൻ അറിയാതെ, അമ്മ അറിയാതെ, സഹോദരങ്ങൾ അറിയാത്ത ഒരു ദൈവകൃപ ദാവീദിന്റെ മേലുണ്ടായിരുന്നെന്ന് എവിടെയാ മനസ്സിലാക്കുന്നത്? വീട്ടിൽ സ്തോത്രം രാജകൊട്ടാരത്തിലേക്ക് കയറാൻ പ്രൗഢിയുള്ള ഒത്തിരി പേരെ പിടിച്ചു നിർത്തുമ്പോൾ ദാവീദിന്റെ അപ്പനും അമ്മയും ദാവീദിനെ കുറിച്ച് ഓർത്തിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ദാവീദിനെ കുറിച്ച് എന്റെ ചിന്തയിൽ പറഞ്ഞാൽ ദാവീദിനെ കുറിച്ച് അവർ ഇങ്ങനെയായിരിക്കും വിലയിരുത്തിയത്. അതെ ഇവരൊക്കെയാണ് നീളവും പൊക്കവും വലിപ്പവും കഴിവും മികത്വവും ഉള്ളവർ. ഒരിക്കലും അവനായിരിക്കത്തില്ല, ഇവന് മതി എന്ന് പറഞ്ഞു. എന്നാൽ ദൈവത്തിന് തെറ്റുപറ്റിയിട്ടില്ലെന്ന് ശമൂവേൽ പ്രവാചകനെ ഇശായിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടതിന്റെ ഉദ്ദേശം ശമൂവേൽ പ്രവാചകനെ ദാവീദിനെ കണ്ടിട്ടാണ് ഇശായിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത്, മറ്റുള്ളവരെ കണ്ടിട്ടല്ലെന്നേ. നിറവുള്ള, ആത്മനിറവുള്ള, പ്രാർത്ഥിക്കുന്ന, എരിവുള്ള, അവകത്ത് ആവേശമുള്ള ദാവീദിനെ കണ്ടിട്ട് ഇശായിയുടെ അഡ്രസ്സും കൊടുത്ത് ദൈവം പറഞ്ഞു വിട്ടു. ഈ പകൽ ഞാനൊരു ദൂത് കൈമാറാം. ദാവീദിന്റെ വീട്ടിലേക്ക് ശമൂവേൽ പ്രവാചകൻ വന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇശായിയുടെ വീടന്വേഷിച്ച. എന്നാൽ അഭിഷേകം വീണ് കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞ് ആ നാട്ടിൽ മറ്റൊരു പേരുടലെടുത്തു. എന്താ? ഇശായിയുടെ മകനായ ദാവീദ് എന്നല്ല, ദാവീദ് രാജാവായ ദാവീദ് എന്ന് പറഞ്ഞ രാജാവിന്റെ അപ്പനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ദാവീദ് രാജാവിന്റെ പേരവിടെ മുൻപന്തിയിൽ വന്നെങ്കിൽ ഇന്ന് പോലെ ദൂത് ഞാൻ കൈമാറാം. കാലങ്ങൾ നീ മരുഭൂമിയിലൂടെ ഓടേണ്ട വന്നേക്കാം, കാലങ്ങൾ നീ മരുഭൂമിക്കകത്തായിരുന്നേക്കാം, പക്ഷെ നിന്റെ പേരിൽ എഴുതി ചേർക്കാവുന്ന ചിലത് പരിശുദ്ധാത്മാവ് ഇന്നു പകൽ ആനയെ ചുമപ്പിക്കുമെന്ന് ആത്മാവിനെ ദൂത് കൈമാറുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അപ്പന് നിന്നെ മനസ്സിലായി കാണത്തില്ല, കൂടൊക്കെ ഉള്ളവർക്ക് ആർക്കും മനസ്സിലായി കാണത്തില്ല. ദാവീദേ നിന്നെ ആർക്കും മനസ്സിലായി കാണത്തില്ല, പക്ഷെ മനസ്സിലാക്കുന്ന ഒരു ദൈവം കറക്റ്റ് അഡ്രസ്സുമായി ആളെ പറഞ്ഞു വിടുന്നവനാ. രക്തത്താൽ ക്ഷേമെടുക്കുന്നു. ഉടലമനഘടക ശാന്തര അഡ്രസ് ചേഞ്ച് ചെയ്യും കർത്താവ്.
കർത്താവ് അഡ്രസ് ചെയ്യും. പരിശുദ്ധാത്മാവിനോട് പറയുന്ന അഡ്രസ് ചെയ്യും യേശുവിന്റെ നാമത്തിൽ. എന്നെ അഡ്രസ് സാധാരണ ഓർഡിനറി കുടുംബമായിരുന്ന ഈശായിയുടെ കുടുംബത്തെ ആ രാജ്യത്തെ ഭരണാധികാരിയുടെ കുടുംബം എന്നുള്ള അഡ്രസ്സിലേക്ക് മാറ്റിയെങ്കിൽ ഇന്ന് പകൽ എഴുതി വെച്ചോ, അഡ്രസ് ചേഞ്ച് ചെയ്യുന്ന നാളുകളാണെന്ന് ആത്മാവ് ഞാൻ ദൂത് കൈമാറുകയാണ് യേശുവിന്റെ നാമത്തിൽ. അതേ ഇവിടെ ദാനിയേൽ ശുഭപ്പെട്ടിരിക്കാനുള്ള കാരണം അടുത്തത് പറയുന്നത് എന്താണ്? ആമേ സ്തോത്രം പറയാണ്. രാജാവിനോട് താൻ പറയാണ്, എനിക്ക് ആമേ സിംഹങ്ങൾ കേടുവരുത്തിയിട്ടില്ല. ആരോ പറഞ്ഞു ദാനിയേല് ഇതോടെ അവസാനിക്കാൻ പോവാ. അവര് കൈയടിച്ച് കാണും, എടാ ഈ സിംഹക്കുഴി അവന്റെ അന്ത്യമാണ്, ഈ സിംഹക്കുഴി അവന്റെ അന്ത്യമാണ്. സിസ്റ്റർ, എന്റെ സമയം തീർന്നു തോന്നുന്നു. ഒരു 2-3 മിനിറ്റ് കൂടെ ഞാൻ പറഞ്ഞു നിർത്തും. കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കുഴപ്പമില്ല, എടുത്തോ, ടൈം എടുത്തോ, വചനം പൂർത്തീകരിച്ചിട്ട് പോയാൽ മതി. ഓക്കെ, താങ്ക് യു. ഇവനെതിരെ പദ്ധതി ഒരുക്കിയവർ ഈ ചിന്തിച്ചൊരു കാര്യമുണ്ട്. എടാ സിംഹക്കുഴിക്കകത്ത് ഞങ്ങൾ ഇട്ട പലരും തീർന്നു. പലരും തീർന്നു. എന്നാ ഇനിയും ദാനിയേലിന്റെ പേര് രാജ്യത്തില്ല. ദാനിയേലിന്റെ പേര് രാജ്യത്തില്ല. അങ്ങനെ അവർ ഒരുക്കിയ പദ്ധതികൾക്കകത്ത് ദാനിയേലിനെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തെളിയിക്കുന്നവൻ എന്റെ ദൈവം. ഒന്നുകൂടെ പറഞ്ഞാൽ, ഞാൻ എന്റെ ചിന്ത പറയാം. ദാനിയേലിനെ സിംഹക്കുഴിക്കകത്തിടാൻ പദ്ധതി ഒരുക്കി അവർ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ഈ വണ്ടി മൈക്ക് സെറ്റ് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ. ഞാനങ്ങ് ചിന്തിക്കുകയാണ്, ദാനിയേലിനെ സിംഹക്കുഴിക്കകത്തിടുക, ഇവര് കൊട്ടി ഡ്രമ്മും കൊട്ടി ആഘോഷിക്കുക, അവരെ തീർക്കുക, ഇതോടെ തീരുകയെന്ന് ഇങ്ങനെ ആഘോഷിച്ചു പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ദൈവം ഒരു തീരുമാനമെടുത്തു. രാജാവിന്റെ നാവ് കൊണ്ട് പറയണം, ഇവൻ സേവിക്കുന്ന ദൈവത്തെ അല്ലാതെ ഇനി മറ്റൊരു ദൈവത്തെ ആരെങ്കിലും സേവിച്ചാൽ ദൈവത്തിന് സ്തോത്രം, അവന്റെ അവസ്ഥ മാറുമെന്ന്. ഇന്നും പകൽ ഞാൻ പറയാം, അങ്ങ് സേവിക്കുന്ന ദൈവം ആരാന്ന് തെളിയിക്കുന്നവനായ എന്റെ ദൈവം, അങ്ങ് വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണെന്ന് പറയുന്നവന്. നമുക്ക് പലപ്പോഴും സംശയം വരും, നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി പലപ്പോഴും വൈകുന്നത് കൊണ്ടും മറുപടി പലപ്പോഴും അവൻ കിട്ടാത്തത് കൊണ്ടും ഒക്കെ നമുക്ക് പലപ്പോഴും സംശയം വരും. കർത്താവേ, എന്താ ഇങ്ങനെ? ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് അത്യാവശ്യമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, പക്ഷെ ദൈവത്തിനൊരു തീരുമാനമുണ്ട് നമ്മുടെ വിഷയങ്ങൾക്കകത്ത്. നമ്മളെ വിട്ടുകളയാത്ത, അനാഥരായി വിടാത്ത ദൈവത്തിന്റെ കരം നമ്മുടെ മേൽ ചലിക്കുന്നുണ്ടെന്ന്. അതാ ദാനിയേൽ അവിടെ രാജാവിനോട് പറയുന്നത്, ഞാൻ തിരുമുമ്പിലും ദൈവത്തിന്റെ മുമ്പിലും ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദാനിയേലിനെതിരെ പദ്ധതി ഒരുക്കിയ അവരെ ആ സിംഹക്കുഴിക്കകത്തിട്ട് കളയുന്നത് പോലെയുള്ള ദൈവിക പദ്ധതികൾ ഒരുങ്ങും. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഒരു ദൂതൂടെ പറഞ്ഞ വേഗത്തിൽ ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കെതിരെ നിന്ന വ്യക്തികളെ നമ്മുടെ കൂടെ കൊണ്ടിരുത്തി ആരാധിപ്പിക്കുന്ന നിലയിൽ ഒന്നുകൂടെ പറഞ്ഞാൽ, നമുക്കെതിരെ പറഞ്ഞ വ്യക്തികൾക്ക് വേണ്ടി നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ എന്റെ ഒരു അനുഭവ സാക്ഷ്യം പറയാം. ഞാന് 2-3 വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ സ്നാനപ്പെടുത്തിയ ഒരു കുഞ്ഞ്, അവന് വിദേശത്ത് പോകാനൊരു ക്രമീകരണമൊക്കെ ആയപ്പോ അവൻ എന്നെ മറന്നു പറഞ്ഞാൽ അവൻ പിന്നെ എന്തോ വലിയതാളായെന്ന് പറഞ്ഞ് വലിയ സംഭവത്തിലൊക്കെ അങ്ങ് പോകുന്നതിന് മുമ്പേ. അപ്പോഴും ഞാൻ അവനെ എന്റെ കൂടെ നിർത്തി വളർത്തി അവനെ സ്നാനപ്പെടുത്തി ഒക്കെ വിട്ടതാ. ഇവനിങ്ങനെ പോയി. ഇപ്പൊ എനിക്ക് പലതും പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. അവൻ എന്നെ നല്ലതുകൊണ്ട് അറിയാവില്ല, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാനൊന്നും ഉരിയാടിയില്ല. ഒരു 2 വർഷം ശേഷം, ഈ കഴിഞ്ഞ ഒരു 2 മാസത്തിന് മുമ്പേ എല്ലാ ദിവസവും രാത്രി ഒരു 10 മണിയാകുമ്പോൾ എനിക്ക് മെസ്സേജ് അയക്കും, ഫ്രീ ആണോ, ഞാനൊന്ന് വിളിക്കാം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ രാത്രിയില് മിക്കവാറും ചില സമയങ്ങളിൽ മീറ്റിങ്ങിലായിരിക്കും. അപ്പം ഞാൻ പറയും, ഞാൻ ഇന്ന സമയത്ത് ഫ്രീ ആണ്, എന്ന് വേണേലും വിളിച്ചോ, ഒരു കുഴപ്പമില്ല. അപ്പൊ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്നോട് പിണക്കമുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് പിണങ്ങാൻ പറ്റത്തില്ല മക്കളെ. കാര്യം, 1, ഞാൻ നിന്നെ സ്നാനപ്പെടുത്തിയതാ. 2, ഞാൻ നിന്നെ ആമിഷ്ടത എന്റെ കൂടെ നിർത്തി വളർത്തിയതാ. പിന്നെ ഞാൻ നിന്നോട് പിണങ്ങുന്നത് എങ്ങനെയാ? നിനക്ക് വേണം എന്നെ തല്ല, നിനക്ക് വേണം എന്നെ നാട്ടുകാരെ വെച്ച് കളിയാക്കാം,
നിനക്ക് വേണ്ടി പഴിച്ചു പറയാം, പക്ഷെ എനിക്കത് യോഗ്യമല്ല. എന്നോട് ദൈവം നാളെ കണക്ക് ചോദിക്കുമ്പോൾ നിന്റെ ജീവനെ കുറിച്ച് നിന്റെ ആത്മാവിനെ കുറിച്ച് എന്നോട് കണക്ക് ചോദിക്കും എന്ന് പറഞ്ഞതിന് സാരം നമ്മളെ പറഞ്ഞത് നാം കേട്ട വേദനാജനകമായ വാർത്തകൾ തിരിച്ചു പറയാൻ നിൽക്കണ്ട. നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളത്, നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളത് ആമേ സ്തോത്രം മനസ്സിലാക്കണം. ആമേ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എന്റെ കല്യാണം നടത്തി. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ചെലവ് ഞാൻ നടത്തി തരും, നീ പോരാൻ പറഞ്ഞു കേൾക്കുന്നത് ഞാൻ നടത്തി തരും. എനിക്ക് അത്രേ കേട്ടാവുന്നു. ഞാൻ പറഞ്ഞതിന്റെ സാരം മറ്റൊന്നുമല്ല, നമ്മളെ കുറ്റം പറഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അവർക്ക് വേണ്ടി നമ്മളെ കൊണ്ട് തന്നെ പ്രാർത്ഥിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നാം മിണ്ടാതിരുന്നാൽ ചിലയിടത്തൊക്കെ നമ്മളെ മിണ്ടാതാക്കി കളയുമെന്ന്, ചിലയിടത്തൊക്കെ നമ്മുടെ തല കുനിച്ച് കളയുമെന്ന്, ചിലയിടത്ത് നമുക്ക് മിണ്ടാൻ പറ്റാത്ത സാഹചര്യം നമ്മളെ കൊണ്ടിടും. ആമേൻ. എങ്ങനെയെങ്കിലും ജീവിതത്തിൽ നമ്മളെ ഒളിച്ചോടിയാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന ചില സമ്മർദ്ദങ്ങൾ നേരിടാം. പക്ഷെ അതിന്റെ നടുവിൽ ഭക്തനായ പോലെ രാജാവെ നീ ദീർഘായുസ്സോടിയിരിക്കട്ടെ, ഞാൻ നിന്റെ മുമ്പിലും ദൈവത്തിന്റെ മുമ്പിലും കുറ്റം ചെയ്തിട്ടില്ലെന്ന് മനസാക്ഷിയെ ബോധിപ്പിക്കുന്ന നിലയിൽ ആത്മനിറവോടെ മുൻപോട്ട് യാത്ര ചെയ്യാമെങ്കിൽ നമ്മെ തെളിയിക്കുന്ന ഒരു ദിവസമുണ്ടെന്നേ. നാം നമ്മെ തെളിയിക്കാൻ നിൽക്കണ്ട, ദൈവം നമ്മെ തെളിയിക്കുന്ന ഒരു സുദിനമുണ്ടെന്നുള്ള കാര്യം ഇന്ന് പകൽ മനസ്സിലാക്കണം. യേശുവിന്റെ നാമം. എന്നെ ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ദാനിയേല് കോരശിന്റെ രാജാവിന്റെ കാലഘട്ടം, ദാര്യാവേശ് രാജാവിന്റെ കാലഘട്ടം ശുഭപ്പെട്ടിരുന്നു. ശുഭപ്പെട്ടിരിക്കാനുള്ള ഒത്തിരി കാരണങ്ങൾ അവിടെ എന്നെ ചിന്തിപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ. ഒന്ന്, അവന്റെ കൂടെ ഒരു എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ് ഉണ്ടായിരുന്നു, ആത്മനിറം ഉണ്ടായിരുന്നു, ആത്മനിയോഗം ഉണ്ടായിരുന്നു, അവനൊരു തീരുമാനമുണ്ടായിരുന്നു. രാജ്യത്തിലെ ആര് എങ്ങനെ എതിലേ പോയാലും ഞാൻ ആരാണെന്നുള്ളൊരു ബോധ്യം അവനുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്നവർ നടുവിൽ എന്റെ ദൈവത്തെയും എന്നെയും തെളിയിക്കേണ്ട ആവശ്യമില്ല. എന്റെ ദൈവം തക്ക സമയത്ത് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളൊരു ഉറപ്പ് അവനോടുണ്ടായിരുന്നു. കിരൺ മിത്ര എന്ന് പറഞ്ഞ സഹോദരൻ, കിരൺ മിത്ര ദൈവത്തിന് സ്തോത്രം. മലയാളിയാണോ? ആണോ? ഓക്കെ. ദൂത് കൈമാറാൻ പറയുന്നു യേശുവിൻ നാമത്തിൽ. അതെ, അഹരോന്റെ വടി തളിർപ്പിച്ച ദൈവം, അഹരോന്റെ വടി തളിർപ്പിക്കുന്നതിന് തൊട്ടു മുൻപിൽ ഒരു സംസാരമുണ്ടായി. അതെ, പ്രഭുക്കന്മാരെ മോശയുടെ ദൈവം പറഞ്ഞു സർവ്വസഭയും അവൻ നിനക്കെതിരെ പിറുപിറുക്കുകയാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, ഞാൻ പറയുന്നത് പോലെ ചെയ്യും, എല്ലാവരോടും ഓരോ വടി വീതം കൊണ്ടുവരിക. പക്ഷെങ്കിൽ ലേവി ഗോത്രത്തിൽ മാത്രം വടി കൊണ്ടുവരുമ്പോൾ അഹരോന്റെ പേരെഴുതാൻ പറഞ്ഞു. എന്തിനാണ് അഹരോന്റെ പേര് മാത്രം അവന്റെ ഗോത്രത്തിൽ എഴുതാൻ പറഞ്ഞത്? നാളെ 12 മണിക്കൂർ കഴിയുമ്പോൾ അഹരോന്റെ വടിയിലുണ്ടാകുന്ന മാറ്റം കാണിക്കാൻ വേണ്ടിയിട്ടാ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് ദൂത് പറയാൻ പറയുന്നു. ചിലർ വിലയിരുത്തിയ ചില വാക്കുകളെ മാറ്റി നിർത്തിയിട്ട് നിന്റെ മേൽ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ചലിപ്പിക്കുമെന്നും അടജനഘടക ശന്തൽ ഖമനിയാം ദുരീതന അഹരോനെ നിന്നെ ദൈവം തെളിയിക്കും. ദൈവം നിന്നെ തെളിയിക്കും. എങ്ങനെ? നിന്റെ വടി തളിർക്കുന്നതും അത് പൂക്കുന്നതും കായ്ക്കുന്നതും കാണിക്കുന്ന സമയങ്ങൾ വെളിപ്പെടുമെന്ന് ഇന്ന് പകൽ എഴുതിയിട്ടോ. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ നിന്റെ മേലുള്ള ദൈവത്തിന്റെ നിയോഗങ്ങൾ ചലിക്കുമെന്നും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സർവ്വസഭയുടെ പെരുവിരുപ്പ് അതിലൂടെ നിർത്തുമെന്നും. ഈ എന്റെ സഹോദര, ഇവരിങ്ങനെ പ്രഭുക്കന്മാര് പിറ്റേ ദിവസം ഭയങ്കര ആശങ്കയോടെ വന്ന് നിൽക്കും. ഇങ്ങനെ ഓരോരുത്തർ നിൽക്കും, ഓരോ ഗോത്രത്തിന്റെ പ്രഭുക്കന്മാർ വന്ന് നിൽക്കുമ്പോൾ മുന്നിൽ തൊട്ടുള്ളവരെ ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യുവാണ്. മുന്നിൽ നിൽക്കുന്നവര് തൊട്ട് താഴോട്ട് ഇങ്ങനെ ഓരോരുത്തർ പറയാ, എന്റെ വഴിയിൽ എന്തായിരിക്കും മാറ്റം, ഞാനടാ കേമൻ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോ അഹരോന്റെ വഴിയിൽ പേരെഴുതാൻ പറഞ്ഞു. പ്രത്യേകം ചിന്തിക്കണം. ദൈവം പറഞ്ഞു എല്ലാ ഗോത്രത്തിന്റെയും പേരെല്ലാം വടിമേൽ എഴുതണം. എന്നാൽ ലേവി ഗോത്രത്തിൽ മാത്രം അഹരോന്റെ പേര്. അപ്പൊ ഏറ്റവും കണ്ണുകൾ ഉറ്റുനോക്കുന്ന അവനെയാണ്. ജീസസ്. അവനെ കണ്ണുകൾ ഉറ്റുനോക്കിയേ ഇവൻ എന്തു ഭവിക്കും, ആർക്കെന്തു പറ്റിയാലും പ്രശ്നമില്ല, ഇവൻ എന്തു ഭവിക്കും എന്നുള്ള വിഷയം, ഇവന് എന്താകുമെന്നുള്ള വിഷയം. പക്ഷെ ഇന്നും പകൽ എഴുതിയിട്ടോ, നിനക്ക് എന്താകുമെന്ന് പറയുന്നവരുടെ നടുവിൽ അവർ അറിയാത്ത ചിലത് വെളിപ്പെടാൻ പോവുകയാണ്. രക്തം ചെയ്യാം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ. ഒരു കായ്ക്കുന്നതിന് വേണ്ടി, ഒരു ഫലം വെളിപ്പെടേണ്ടതിന് വേണ്ടി ഇന്നു പകൽ വെയിറ്റ്
ചെയ്യുകയാണോ? ഇന്ന് പകൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണോ? അതിന്മേൽ ദൈവത്തിന്റെ നിയോഗം ചലിക്കുന്നു എന്ന് യേശുവിന്റെ നാമം. എനിക്കെന്നൊരു നന്മ, എനിക്കെന്നൊരു ദൈവപ്രവൃത്തി എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ടാവായ, പക്ഷെങ്കിൽ അഹരോനിലേക്ക് ആ മുഴുവൻ ഫോക്കസുകളും ഇവന്റെ വടിയെ മാത്രം എന്തിനാ പേരെഴുതാൻ പറഞ്ഞത്? ഇവൻ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇവൻ ആരാ? ഇവൻ എന്താണെന്നൊക്കെ ചിലപ്പോ അവിടെ ചോദ്യങ്ങൾ വന്നേക്കാം. എന്റെ ചിന്തയാണ് അവിടെ ചോദ്യം വന്നേക്കാം. എന്നാൽ അടുത്ത മിനിറ്റുകളിൽ ദൈവം അവനെ തെളിയിച്ചോ. ആ മിസ്റ്റർ വെട്ടിവെച്ച കമ്പിൽ, വെള്ളത്തിന്റെ ഗന്ധമില്ലാത്ത കമ്പിൽ, ആ മിസ്റ്റർ കായ്വിനും ഫലമുണ്ടാകുന്നതിന് സാധ്യതയില്ലാത്തിടത്ത് ദൈവം അഹരോന്റെ വടിമേൽ ദൈവത്തിന്റെ പ്രവൃത്തി ചലിപ്പിച്ചെങ്കിൽ ഇന്ന് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുന്നു. നിനക്ക് വേണ്ടിയിട്ടുള്ള വഴികളെ പരിശുദ്ധാത്മാവ് വെട്ടിത്തുറക്കുമെന്നോ, നിനക്ക് വേണ്ടി ചില വഴികൾ ദൈവം തുറക്കുമെന്നും, ആർക്കും അടക്കാൻ കഴിയാത്ത ചില വാതിലുകൾ ദൈവം തുറക്കും. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ആമേൻ. ദാനിയേല് ഇവിടെ എന്താ ശുഭപ്പെട്ടിരിക്കുന്നു. ശുഭത ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചില്ല, ശുഭപ്പെട്ടിരുന്നു. തന്റെ ജീവിതത്തിന്റെ ശൈലികൾ താൻ ശുഭപ്പെട്ടിരിക്കുക. ഒന്ന്, താൻ ഉത്കൃഷ്ടമാനസനായിരുന്നു. എങ്ങനെ? എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ് തന്റെ കൂടെ ഉണ്ടായിരുന്നു. അത് തന്റെ തീരുമാനങ്ങളിൽ, തന്റെ നിശ്ചിതമായ തീരുമാനങ്ങളിലാണ്. എന്റെ കൂടെ ഉണ്ടായിരുന്നവർ, എന്റെ മറ്റുള്ളവർ എല്ലാവരും എങ്ങനെയായാലും ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന വിധം ഇതാണെന്നൊരു തീരുമാനമായിരുന്നു. രണ്ടാമത് പറയുന്നത്, അവൻ വിശ്വസ്തനായിരുന്നു. ഒരു കുറ്റവും കണ്ടെത്താൻ കഴിയാത്ത നിലയിൽ വിശ്വസ്തനായിരുന്നു. മൂന്നാമത്തെ പദം പറയുകയാണ്, അവൻ മുമ്പേ ചെയ്തു വന്നതുപോലെ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. നാലാമത്തെ വിഷയത്തിലേക്ക് കയറുമ്പോ പറയുക, അവൻ ഇടപെടാതെ സേവിച്ചു വരുന്ന ദൈവത്തെ കുറിച്ച് അവൻ പറയുക, ആ സ്തോത്രം, ഞാൻ സേവിച്ചു വരുന്ന ദൈവം നിന്നെ രക്ഷിക്കും. സിംഹക്കുഴിയുടെ മുൻപിൽ ചെന്ന് നിൽക്കുമ്പോഴായി പറയുന്നത് നിന്നെ രക്ഷിക്കുമെന്ന്. രാജാവ് പറയാ, നിന്നെ രക്ഷിക്കും. നീ ഇടപെടാതെ സേവിച്ചു വരുന്ന ദൈവം നിന്നെ രക്ഷിക്കും. അടുത്തത് പറയാ, ഈ സിംഹക്കുഴിയിലിട്ട രാജാവിനോട് പറയാം, നീ ദീർഘായുഷോടിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അടുത്ത വഴിയിൽ പറയുകയാണ്, അവൻ ദൈവസന്നിധിയിൽ രാജാവിന്റെ മുമ്പിൽ കുറവ് കുറ്റങ്ങൾ ചെയ്തിട്ടില്ല എന്നവൻ അവനെ തന്നെ സമ്മതിക്കുകയാണ്. ഇന്ന് പകൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. കണ്ണുകളെല്ലാം അടയട്ടെ. 1-2 മിനിറ്റുകൾ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. അന്യഭാഷ പ്രാപിച്ച പ്രിയപ്പെട്ടവർ അന്യഭാഷയിൽ തന്നെ 1-2 മിനിറ്റുകൾ യേശുവിന്റെ നാമത്തിൽ ആ ദൈവ സാന്നിധ്യത്തെ ഒന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ ദൈവ സാന്നിധ്യത്തെ ഒന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ഇന്ന് പകൽ അങ്ങനെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിനോട് മർക്കോസിന്റെ സുവിശേഷം 14:8, മറിയ തന്നാലാപത് ചെയ്തു. ദൈവനാമത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് മറിയയ്ക്ക് ദൈവം കൊടുത്ത നിയോഗം, സുവിശേഷം പ്രസംഗിക്കുന്നിടത്തോളം മറിയ നിന്റെ പേരും പ്രസംഗിക്കപ്പെടുമെന്ന് പറഞ്ഞതുപോലെ തന്നാലാപത് ചെയ്യുന്നത്, ദൈവരാജ്യത്തിന് വേണ്ടി ദൈവനാമത്തിന് വേണ്ടി നിലകൊള്ളുന്നത് മറന്നു കളയുന്ന ഒരു ദൈവമല്ല, ആദരിച്ച് തല ഉയർത്തുന്ന ദൈവമാണെന്ന് യേശുവിന്റെ നാമത്തിൽ ചിലരവന്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന് നിന്നെ വിധിച്ച നീ ശരിയല്ല എന്ന് പറഞ്ഞു വിധി എഴുതിയ ചിലരവന്റെ അടുക്ക കൊണ്ടുവന്ന് നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്ന ഒരു നിയോഗം പരിശുദ്ധാത്മാവ് ആമേൻ കരങ്ങളിൽ തരുന്നു എന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. യേശുവിൻ നാമത്തിൽ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഒരു ശുഭതയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ദാനിയേൽ ശുഭപ്പെട്ടിരുന്നു. ദാനിയേലിന്റെ ദിനവും തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വിഷയങ്ങൾ കൊണ്ട് താൻ ശുഭപ്പെട്ടിരുന്നു. എന്നാൽ ഒരു ശുഭതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? ഒരു ശുഭത ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുമോ? ഇന്ന് പകൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ 1-2 മിനിറ്റുകൾ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ രക്തത്താൽ ജയം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങളുടെ പിതാവേ, സ്വർഗീയ കർത്താവേ, നല്ല സമയത്തിൽ നന്ദി. അല്പസമയം കർത്താവിന്റെ വചനവുമായി പ്രിയപ്പെട്ടവരുടെ നടുവിൽ കടന്നു വരാൻ കൃപ തന്നല്ലോ നാഥാ. ഈ പകൽ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കണം. ദൈവവചനത്തിന് ഇന്ന് പകൽക്കാലം ഞങ്ങളോട് ദൈവവചനം സംസാരിച്ചത് ഈ പ്രിയപ്പെട്ടവരുടെ മേൽ അത് ചലിച്ചു തുടങ്ങട്ടെ. ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ഒരു വലിയ ഡെലിവറൻസ് സംഭവിക്കട്ടെ. ഇന്ന് പകൽ അവർ രഹസ്യമായി പരസ്യമായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ വലിയ ചലനങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വരും മണിക്കൂറുകളിൽ അതിന്റെ സാക്ഷ്യം ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവ് ചെയ്യുന്നതിന് നന്ദി. ഈ കൂട്ടായ്മയ്ക്കായി സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാ ഡിവൈസുകൾക്കായി നന്ദി. നടത്തിപ്പുകാർക്കായി സ്തോത്രം. പ്രാർത്ഥന കേൾക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ്
ഏവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് സമയം അനുവദിച്ച എന്നെ കേട്ടിരുന്ന എല്ലാ ബഹുമാന്യരായ ദൈവമക്കളോടും നന്ദിയെ പറയുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.